രാവിലെ ഉറക്കമുണർന്ന ഉടനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആദ്യത്തെ 5-10 മിനിറ്റ് നടുവൊന്ന് നിവർത്താൻ സമയമെടുക്കുന്നുണ്ടോ? പക്ഷെ കുറച്ച് നടന്നാൽ വേദന കുറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം രാവിലെ വരുന്ന നടുവേദന എന്നത് ഒരു രോഗത്തിന്റെ പേരല്ല. അത് നിങ്ങളുടെ ശരീരം തരുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ആ സിഗ്നലിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പെയിൻ കില്ലർ മാത്രം കഴിച്ച് ഒതുക്കാൻ നോക്കിയാൽ വർഷങ്ങളോളം ഇതേ പ്രശ്നം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് നടുവേദന കൂടുന്നത്, ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് ഇത് സാധാരണയായി വരുന്നത്, എപ്പോഴാണ് ഇതൊരു അപകട സൂചന, അതുപോലെ എന്താണ് ഇതിന്റെ യഥാർത്ഥ ചികിത്സ എന്നതിനെ കുറിച്ചൊക്കെയാണ്. പലർക്കും രാത്രി ഉറങ്ങുമ്പോൾ വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ വളരെ സിവിയർ ആയിട്ടുള്ള വേദന, സ്റ്റിഫ്നെസ്, അതിനുശേഷം അവരൊന്ന് എണീറ്റ് നടക്കും, കുളിക്കും, ജോലിക്ക് പോകും. അപ്പോഴേക്കും ആ വേദന ഉണ്ടായിരുന്നത് കുറയും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം രാത്രി മുഴുവൻ നമ്മുടെ ശരീരം ഒരേ പൊസിഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടെ അനക്കമില്ല. നമ്മുടെ ബോഡി, മസിൽസ്, ജോയിന്റ്സ്, പേശികള്, ഡിസ്കും എല്ലാം മണിക്കൂറുകളോളം ആ ഒരു റെസ്റ്റിംഗ് പൊസിഷനിലാണ്. രാവിലെ വീണ്ടും ആ മൂവ്മെന്റ് തുടങ്ങുമ്പോഴാണ് ആ സ്റ്റിഫ്നെസ് അഥവാ പിരിമുറുക്കം, വലിച്ചു മുറുക്കുന്നതൊക്കെ നമുക്ക് വേദനയായി അനുഭവപ്പെടുന്നത്. അതായത് അവിടെ വേദനയല്ല അവിടെ ആദ്യമേ ഉണ്ടാവുന്നത്, അവിടെ സ്റ്റിഫ്നെസ് ആണത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മോർണിംഗ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാരണമായിരിക്കില്ല. ചിലരിൽ ഇത് വെറും ഒരു മസിൽ സ്റ്റിഫ്നെസ് ആകാം. അത് ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്നവര്, വ്യായാമം വളരെയധികം കുറഞ്ഞ ആളുകള്, ഇല്ലാത്തവര്, ശാരീരിക അധ്വാനം കുറഞ്ഞ ആളുകള്, ഇവരിൽ മസിലുകൾ എപ്പോഴും ടൈറ്റ് ആയിരിക്കും. രാത്രി മുഴുവൻ അനങ്ങാതെ കിടക്കുമ്പോൾ അത് കൂടുതൽ സ്റ്റിഫ് ആകും. രാവിലെ പെയിൻ ആയിട്ട് അത് പുറത്ത് കാണിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ്, മെത്തയോ അല്ലെങ്കിൽ ശരീരത്തിന് ശരിയായ സപ്പോർട്ടോ തരാത്ത കിടപ്പ് മുറിയോ ആകും. അതായത് ബെഡ് ആവും. ഇത് രാവിലെ വേദന കൂട്ടും. പക്ഷെ എല്ലാ ബാക്ക് പെയിനും ആ മാട്രസിന്റെ കുറ്റമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാന കാര്യം ഹിപ്പ് മൊബിലിറ്റി അഥവാ ഇടുപ്പിന്റെ ചലനശേഷി കുറയുന്നതാണ്. നമ്മൾ നടുവ് പൈൻ മാത്രം നോക്കിയാൽ പോരാ, ഈ ഇടുപ്പ് ശരിയായി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, അരക്കെട്ട് ശരിയായി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ രാവിലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചലനങ്ങളുടെ ഭാരം മൊത്തം നടുവിനായിരിക്കും ഉണ്ടാവുക. ആ വേദന മൊത്തം പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റിഫ്നെസ് മൊത്തം പെയിൻ ആയിട്ട് കൺവേർട്ട് ആവും. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോർ വീക്ക്നെസ് ആണ്. അതായത് നമ്മുടെ നട്ടലിനെ താങ്ങി നിർത്തേണ്ടുന്ന മസിലുകൾ അത് വീക്ക് ആണെങ്കിൽ രാത്രിയിലെ ആ ഒരു ഉറക്കത്തിന് ശേഷം നട്ടലിന്റെ സ്റ്റെബിലിറ്റി കുറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ആ വീക്ക്നെസ് കൊണ്ടുള്ള സിഗ്നൽ ആയിരിക്കും വേദനയായിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ അതും പെയിൻ ആയിട്ട് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. രാവിലെ വരുന്ന എല്ലാ വേദനയും ശരിക്കും എമർജൻസി ഒന്നല്ല, അപകടമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണം, രാവിലെ ഉണ്ടാകുന്ന ഈ ഒരു സ്റ്റിഫ്നെസ് 1 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസ്റ്റ് എടുത്താലും കൂടുന്നുണ്ട്, നടക്കുമ്പോൾ കുറയും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയുക, പനിക്കുക, രാത്രിയിൽ ഉറക്കം പോകുന്ന തരത്തിൽ വേദന കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുക, കാലിന് തരിപ്പുണ്ടാവുക, അതായത് മലത്തിനോ മൂത്രത്തിനോ നിയന്ത്രിക്കാൻ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി പലർക്കും വരുന്ന മറ്റൊരു സംശയമുണ്ട്. ഞാൻ ഇതിലൊരു MRI എടുക്കട്ടെ, ഫോണിൽ കൂടെ ചോദിക്കുന്നതാണ്. മോർണിംഗ് ബാക്ക് പെയിനും അതിനൊന്നും MRI ആവശ്യം വരുന്നില്ല. ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് നമുക്കിവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. വേദന എവിടെയാണ്, എപ്പോഴാണ് ഇത് വരുന്നത്, എന്ത് ചെയ്താൽ ഇത് കുറയുന്നു, എന്ത് ചെയ്താലാണ് ഇത് കൂടുന്നത്, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പലപ്പോഴും ആ ഒരു പെയിൻ എന്താണ് അതിനെ മനസ്സിലാക്കാൻ കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാറുണ്ട്. അപ്പം നിങ്ങൾ ആരെയും ഡോക്ടറിനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ മോർണിംഗ് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു 5 തെറ്റുകൾ എന്ന് പറയുന്നത്: ഒന്ന്, വേദനയുള്ള ദിവസങ്ങളിൽ മാത്രം അവർ വ്യായാമം ചെയ്യും. രണ്ടാമത്, വേദന കുറയുമ്പോൾ അവരത് ആ വ്യായാമം എല്ലാം നിർത്തും.
മൂന്നാമത് പെയിൻ കില്ലറുകളെ മാത്രം ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോവുക. 4 ഗൂഗിളിൽ നോക്കി സ്വന്തമായിട്ട് രോഗനിർണയം നടത്തണം. അഞ്ചാമത് മാസങ്ങളോളം ഇത് സഹിച്ചിട്ട് വളരെ ലേറ്റർ ആയിട്ട് മാത്രം ട്രീറ്റ്മെന്റിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ വരുന്ന നടുവേദന റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആദ്യമേ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തണം. അത് മസിലിന്റെ പ്രശ്നമാണോ, ജോയിന്റിന്റെ പ്രശ്നമാണോ, അതോ മൊബിലിറ്റിയുടെ കുറവാണോ, കോറിന്റെ വീക്ക്നെസ് ആണോ, അതോ ഏതെങ്കിലും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് വേറെ ഉണ്ടോ, ഹിഡൻ കാരണങ്ങളുണ്ടോ? ഇതിൽ ഓരോന്നിന്റെയും ട്രീറ്റ്മെന്റും അതിനുള്ള പരിഹാരവും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷെ മിക്ക ആളുകളും സഹായകരമാവുന്ന ചില അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദിവസവുമുള്ള നടത്തം, ഹിപ്പിന്റെ മൊബിലിറ്റി ചെയ്യുന്ന വ്യായാമങ്ങൾ, കോർ സ്ട്രെങ്തനിങ്, തുടർച്ചയായി ഒരുപാട് നേരം ഇരിക്കുന്നത് ഒഴിവാക്കല്, കൃത്യമായ ശരീരഭാരം BMI നിലനിർത്തുക. ഇപ്പൊ വേദന കുറയ്ക്കുക മാത്രമല്ല, ഇത് വീണ്ടും വരാനുള്ള സാധ്യതയും ഇല്ലാതാക്കും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവേദന വരുന്നത് പ്രായം കൂടിയതിന്റെ ഭാഗമാണെന്ന് കരുതി സഹിച്ച് ജീവിക്കേണ്ട ഒന്നല്ല. അല്ലെങ്കിൽ ഇത് മാറില്ല എന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇനി ജീവിതം തീർന്നു കഴിഞ്ഞ് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഡോക്ടർ ഇനി ഇത് മാറുമോ, ഇതുകൊണ്ട് നടക്കണമെന്നൊക്കെ. ഒന്നുമില്ല. കാരണം അതൊരു അസുഖമല്ല. നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ എന്ന ആ ഒരു ചോദ്യത്തിന് ശരിയായ മറുപടി നിങ്ങളൊന്ന് കൊടുത്താൽ ആ വർഷങ്ങളായിട്ടുള്ള നടുവേദന പോലും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര നേരമാണ് ഈ ഒരു സ്റ്റിഫ്നെസ്, ആ ഒരു നടുവിന്റെ സ്റ്റിഫ്നെസ് ഉണ്ടാകുന്നത്? 5 മിനിറ്റ് ആണോ, 10 മിനിറ്റ് ആണോ, 15 മിനിറ്റ് ആണോ, അതോ 1 മണിക്കൂറാണോ എന്ന് താഴെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അത് താഴെ എഴുതുക. പലരും അവരവരനുഭവിക്കുന്ന നടുവേദനയും മറ്റ് സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനിനെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണെന്ന് കരുതി, ഇത് മാറില്ല എന്ന് കരുതി ജീവിക്കുന്നവരാണ്, അവഗണിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവാനായിട്ട് ഈ ഒരു വീഡിയോ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം. വരുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ട്, സ്പൈൻ മാസ്റ്റർ ക്ലാസ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ബയോയിലുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.